2023 മാർച്ച് മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കേസിനെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. കാമുകനെ കൂട്ടുപിടിച്ച് മകൾ സ്വന്തം അമ്മയെ വെട്ടിനുറുക്കിയ ഒരു കേസാണിത്. ഈ മകൾ എന്തുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ ഇത്ര ക്രൂരമായി കൊല ചെയ്തത്? എങ്ങനെയാണ് ഇവർ പോലീസിൻ്റെ പിടിയിലാകുന്നത്? അമ്മയുടെ പേര് ബീന എന്നാണ്. ബീന അർബുദ രോഗിയായിരുന്നു. ക്യാൻസർ രോഗികളെ അറിയാമല്ലോ. അവർക്ക് അവസാന കാലമൊക്കെ എത്തുമ്പോഴത്തേക്ക് രോഗം മൂർച്ഛിച്ച് കഴിയുമ്പോൾ അതിഭീകരമായ വേദനയായിരിക്കും. അപ്പോൾ ആ വേദനയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയാണ് മകൾ അമ്മയെ കൊലപ്പെടുത്തിയത്. 24 വയസ്സേ ഉള്ളൂ മകൾക്ക്. അമ്മയെ കൊലപ്പെടുത്തിയതെന്നാണ് മകൾ പറഞ്ഞത്. അമ്മയുടെ വിചിത്രമാണല്ലോ. അതെ, അമ്മയുടെ വേദന സഹിക്കാൻ വയ്യ, കണ്ടു നിൽക്കാൻ വയ്യ. അപ്പോൾ അമ്മയെ ആ വേദനയിൽ നിന്ന് മോചിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവം. പോലീസിനോട് ആദ്യം പറഞ്ഞ ഈ മൊഴി പോലീസും വിശ്വാസത്തിലെടുത്തു. പക്ഷേ അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് അങ്ങനെയല്ല എന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് അവസാനം വരെ കേൾക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഒരു മകൾക്ക് അമ്മയോട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ സാധിക്കുക? മറ്റൊന്ന്, ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഒരു കൊലപാതകയെ സൃഷ്ടിക്കുന്നത്? മാനസികമായ നില തകരാറിലായിപ്പോയാൽ മനുഷ്യൻ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റാതെ പോകും. അപ്പോൾ എന്തായാലും ഈ ബീനയുടെ സഹോദരനുണ്ട് സുരേഷ് ബീനയെ വിളിച്ചപ്പോൾ തുടർച്ചയായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതുകൊണ്ട് മകൾ റിംപിളിനെ വിളിച്ചു. ബീനയുടെ മകൾ റിംപിൾ എന്നാണ് പേര്. റിംപിളിനെ വിളിച്ചിട്ടും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിംപിൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? ഈ സുരേഷ്, ഇവരുടെ വീട് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ്. ഇത് എവിടെയാണ് വീടെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ്. മുംബൈയിൽ ലാൽബാഗിലാണ്. പക്ഷെ മുംബൈ ലാൽബാഗിലായതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കേൾക്കണ്ട എന്ന് വിചാരിക്കരുത്, ഇത് കേൾക്കണം. അതുകൊണ്ടാണ് നമ്മളിന്നിത് ചർച്ച ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ കേരളത്തിലെ ഒരു മകൾ അമ്മയെ കൊലപ്പെടുത്തിയതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സുരേഷ് സംശയം തോന്നിയിട്ട് നേരിട്ട് ഈ വീട്ടിലേക്ക് വന്നു. നേരിട്ട് വന്നപ്പോൾ ഈ വീടിൻ്റെ വാതിലുകളും ജനലുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. വിളിച്ചിട്ടും പ്രതികരണമില്ല, ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഇയാൾ, നമ്മളും അങ്ങനെയാണല്ലോ, അടുത്ത് ആ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചോദിക്കും, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അയൽവാസികളോടൊക്കെ ചോദിച്ചു, കടക്കാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബീനയെ കുറച്ച് മാസങ്ങളായി കാണുന്നില്ല, പക്ഷേ റിംപിൾ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആഴ്ചയിലൊരിക്കലൊക്കെ ഇവിടെ വരും, സാധനങ്ങൾ വാങ്ങാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആളുണ്ട് വീട്ടിൽ. അപ്പോൾ ഇയാൾ സംശയം തോന്നി വീണ്ടും വീടിൻ്റെ പിൻഭാഗത്തു കൂടി വന്നു. വന്നപ്പോൾ വീടിനുള്ളിൽ നേരിയ അനക്കം കേട്ടു. അപ്പോൾ വാതിൽ തട്ടിയപ്പോൾ റിംപിൾ ചെറുതായിട്ട്, അതായത് വാതിൽ മുഴുവനായിട്ടും തുറക്കുന്നില്ല, ചെറുതായി ഒന്ന് വാതിൽ തുറന്നു, വാതിലിനടുത്ത് നിന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ റിംപിൾ വൃത്തിഹീനമായ വസ്ത്രം, അതുപോലെ തന്നെ അഴിഞ്ഞ മുടി, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ വികൃതമായ ഒരു രൂപം, ആ രീതിയിലാണ് റിംപിൾ നിൽക്കുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അതുപോലെ ശരീരത്തിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം. ചിലർ ഈ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞ് വിയർപ്പും പെർഫ്യൂമും കൂടെ ചേർന്ന് കൂടിക്കുഴയുമ്പോൾ ഉള്ള ഒരു ദുർഗന്ധം ഉണ്ടാവും. ഇത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള വേറൊരു തരത്തിലുള്ള ദുർഗന്ധമാണ്. അതേസമയം പെർഫ്യൂമും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഗന്ധം വരുന്നു. അപ്പോൾ അമ്മയെ അന്വേഷിച്ചു. അമ്മ എന്തേ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് അമ്മ വീട്ടിലില്ല, അമ്മ പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇയാളെ ഒഴിവാക്കാനാണ് ഈ റിംപിൾ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ശ്രമിച്ചപ്പോൾ സുരേഷ് പറഞ്ഞു, ബീനയുടെ സഹോദരിയുടെ പിറന്നാളിന് സർപ്രൈസ് നൽകാൻ വന്നതാണ്. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിറന്നാളാണല്ലോ, സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു അമ്മയ്ക്ക് ആക്സിഡൻറ്റ് പറ്റി, ആശുപത്രിയിലാണ്, ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് റിംപിൾ വാതിൽ ശക്തിയായിട്ട് പിടിച്ചടച്ചു. അപ്പോൾ തന്നെ ഇയാൾക്ക് സംശയം തോന്നി. ഈ സുരേഷ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്ന് പരാതിപ്പെട്ടപ്പോൾ അമ്മയെ അപായപ്പെടുത്തിയിട്ടുണ്ടാവും മകൾ എന്നുള്ള സംശയം കൂടെ ഈ സുരേഷ് പറഞ്ഞു. കാരണം നേരത്തെ തന്നെ ബീനയെ ഈ റിംപിൾ ഉപദ്രവിക്കുമായിരുന്നു, കടുത്ത ദേഷ്യവും ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് ആ കടുത്ത ദേഷ്യം എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു വരുമ്പോൾ പറയാം. അങ്ങനെ പോലീസ് വീട്ടിലെത്തി.
ഈ റിമ്പിൾ വാതിൽ തുറന്നില്ല. അപ്പോൾ പോലീസ് പറഞ്ഞു ഞങ്ങൾ വാതിൽ ചവിട്ടിപ്പൊളിക്കും. അപ്പോൾ പോലീസ് പറഞ്ഞാൽ ചെയ്യുമല്ലോ, ചവിട്ടിപ്പൊളിക്കുമല്ലോ. അപ്പോൾ റിമ്പിൾ വാതിൽ തുറന്നു. വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ വീട്ടിൽ അതിരൂക്ഷമായ ദുർഗന്ധമാണ്. അതുപോലെ വീട് മുഴുവൻ വൃത്തിഹീനമായി കിടക്കുന്നു. അമ്മയെ തിരക്കിയപ്പോൾ മറ്റേ സുരേഷിനോട് പറഞ്ഞതുപോലെ പറഞ്ഞു അമ്മ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. ഏത് ആശുപത്രിയിലാണെന്ന് ചോദിച്ചിട്ട് അത് പറയാൻ കഴിയുന്നില്ല. ഏത് ആശുപത്രിയിലാണെന്ന് ചോദിച്ചു, അപ്പോൾ അത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് വീട് മുഴുവൻ ദുർഗന്ധം. ഒരു കബോർഡുണ്ട് അവിടെ. ആ കബോർഡിൽ നിന്നാണ് നമ്മൾ നമ്മുടെ വീട്ടിനകത്തൊക്കെ ദുർഗന്ധം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ 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 എന്ന് പറഞ്ഞ പോലെ കബോർഡിനുള്ളിൽ നിന്നാണ് ഈ ദുർഗന്ധം വരുന്നത്. അപ്പോൾ പോലീസ് അത് പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ റിമ്പിൾ സമ്മതിച്ചില്ല. കാരണം അത് അമ്മയുടെ ലോക്കറാണ്, അതിൻ്റെ താക്കോൽ അമ്മയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് തടയാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് അതൊന്നും ചെവിക്കൊണ്ടില്ല. പോലീസ് ആ കബോർഡ് തകർത്ത് തുറന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറാണ്, ഭാരമുള്ള എന്തോ സാധനം ഇരിക്കുന്ന പ്ലാസ്റ്റിക് കവർ. അത് പുറത്തെടുത്തു. അപ്പോൾ ഈ ദുർഗന്ധം വരുന്നത് ഈ പ്ലാസ്റ്റിക് കവറിൽ നിന്നാണ് ഈ ദുർഗന്ധം വരുന്നത്. അത് പുറത്തെടുത്തു. തുറന്ന് പരിശോധിച്ചപ്പോൾ പോലീസ് കണ്ടത് അഴുകിയ നിലയിലുള്ള മനുഷ്യൻ്റെ ശരീരഭാഗങ്ങൾ അതാണ് കണ്ടത്. അതായത് ഒരു സ്ത്രീയുടെ തലയടക്കമുള്ള ശരീരഭാഗങ്ങൾ വെട്ടി നുറുക്കി ഈ പ്ലാസ്റ്റിക് കവറിലാക്കി ആ കബോർഡിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം പോലീസ് വന്ന് നോക്കുമ്പോൾ ക്ലോസറ്റ് അവിടെ എല്ലാം അപ്പോൾ പരിശോധിക്കാൻ തുടങ്ങി. ഇപ്പോൾ ക്ലോസറ്റിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. സാധാരണയിൽ നിന്ന് വെള്ളം നിറഞ്ഞ് ക്ലോസറ്റിൽ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അത് പരിശോധിച്ചു. ക്ലോസറ്റ് പരിശോധിച്ചപ്പോൾ ക്ലോസറ്റിനുള്ളിൽ നിന്ന് ചില ശരീരഭാഗങ്ങൾ കിട്ടി. അത് കഴിഞ്ഞ് പോലീസ് അവിടെ നോക്കുമ്പോൾ ഈ ശരീരം മുറിക്കാൻ ഉപയോഗിച്ച ടൈൽസിൽ കട്ട് ചെയ്യുന്ന യന്ത്രമുണ്ട്, അതും കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞിട്ട് പരിശോധിക്കുമ്പോൾ ബ്ലേഡിൽ ആ ടൈൽസിൻ്റെ ആ യന്ത്രത്തിനകത്ത് ബ്ലേഡിനകത്ത് രക്തക്കറ കണ്ടെത്തി. അങ്ങനെ റിമ്പിളിനെ അറസ്റ്റ് ചെയ്തു. റിമ്പിൾ ആദ്യം പറഞ്ഞ സംഭവമുണ്ട്. റിമ്പിളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്ത് അമ്മയുടെ വേദന സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അമ്മയെ ഇങ്ങനെ വെട്ടി നുറുക്കി കഷ്ണമാക്കി ഒരു മോളുടെ അമ്മയോടുള്ള സ്നേഹപ്രകടനം. അപ്പോൾ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ബീന മരിച്ചിട്ട് 3 മാസമായി. ബീന മരിച്ചിട്ട് 3 മാസമായി എന്ന് പറയുമ്പോൾ ഒരു ഈ അർബുദം വന്നിട്ട് ക്യാൻസർ വന്നിട്ട് മരിച്ചതൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മൾ അതങ്ങനെ ശരിയാകും. കൊന്ന കഥ പറയുമ്പോൾ ബീന മരിച്ചിട്ട് 3 മാസമായി എന്ന് പറയുമ്പോൾ അവർ പട്ടിണി കിടന്നാണ് മരിച്ചത്. ആഹാരം അവരുടെ ഉള്ളിൽ ചെന്നിട്ടില്ല. അതായത് ഈ അമ്മ കാരണമാണ് അച്ഛന് മാരകമായ അസുഖം വന്നത്. അച്ഛന് എയ്ഡ്സ് ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ബീനയോട് ഇത്രയും ദേഷ്യം റിമ്പിളിനുണ്ടായെന്ന് ചോദിച്ചാൽ അമ്മ കാരണമാണ് ഈ രോഗം വന്നത്, എയ്ഡ്സ് വന്നത്. അപ്പോൾ അതോടുകൂടി ഈ അവരുടെ ജീവിതം തകർന്നു പോയി. അപ്പോൾ ജീവിതം മുഴുവൻ തകർന്നത് ഈ അമ്മ കാരണമാണെന്ന് ഈ റിമ്പിൾ വിശ്വസിച്ചു. അപ്പോൾ അമ്മയോടുള്ള ഈ പക കാരണം എന്താ ചെയ്തതെന്ന് വെച്ചാൽ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് പഠനം നിർത്തിയതിന് ശേഷം പിന്നീട് തന്നിഷ്ടത്തിന് ജീവിക്കുകയാണ്. അമ്മ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല, സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നു. അമ്മയെ ഇടയ്ക്ക് ഉപദ്രവിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2022 ഡിസംബറിൽ ബീന ബാത്റൂമിൽ വീണ് കാലിന് പരിക്കേൽക്കുന്നു. കാലിന് പരിക്കേറ്റ് എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. അപ്പോൾ ഈ മകളോട് പറഞ്ഞു, എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക, എനിക്ക് ആഹാരം മരുന്ന് ഈ മകൾ അതൊന്നും കേട്ടില്ല. അവരാ കട്ടിലിൽ തന്നെ കിടക്കുകയാണ്, അവർക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. എഴുന്നേറ്റാൽ മാത്രമേ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. സഹായത്തിനായിട്ട് ഈ മകളെ വിളിച്ചിട്ട് മകൾ ഭക്ഷണം കൊടുത്തില്ല, മരുന്ന് കൊടുത്തില്ല, പിടിച്ചെഴുന്നേൽപ്പിക്കുന്നില്ല, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അങ്ങനെ അവർ ആ കട്ടിലിൽ തന്നെ കിടന്ന് അതിദാരുണമായി മരണപ്പെട്ടു. ദിവസങ്ങളോളം അവിടെ കിടക്കുകയാണ്, പക്ഷേ ആഹാരം കഴിക്കാനില്ലല്ലോ. അപ്പോൾ അവിടെ തന്നെ കിടന്നിട്ട് മരണപ്പെട്ടു. അമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോൾ മകൾക്ക് സന്തോഷമായി. മകൾ സന്തോഷിച്ചു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ സന്തോഷം ആശങ്കയ്ക്ക് വഴിമാറി. കാരണം ഈ മരണം പുറത്തറിഞ്ഞാൽ സംശയിക്കപ്പെടും. കാരണം എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാണ് ഈ കാമുകനെ വിളിച്ചത്.
കാമുകനെ വിളിച്ചിട്ട് ടൈൽസിൻ്റെ കട്ടർ കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ കേട്ട വാതി കേൾക്കാത്ത വാതി ഇത് താങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ ചില കാമുകന്മാർ മണ്ടന്മാർ, അവൻ ഭാഗ്യം കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. അതും കൊണ്ടുവന്നു. നീ പൊക്കോളാൻ പറഞ്ഞു. പോയി. ഈ ടൈൽ കട്ടർ കൊണ്ടുവന്നിട്ടാണ് ഈ ശരീരഭാഗങ്ങൾ കട്ടർ ഉപയോഗിച്ച് മുറിച്ചു. അത് മുറിച്ചതിന് ശേഷം ഇവർ ചെയ്തത് ക്ലോസറ്റിൽ, ഈ ശരീരഭാഗങ്ങൾ ക്ലോസറ്റിൽ ഉപേക്ഷിച്ചു. ക്ലോസറ്റിൽ ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്തപ്പോഴത്തേക്ക് ബ്ലോക്കായി, പിന്നെ താഴോട്ട് പോകുന്നില്ല. കാരണം അത്രയും ശരീരഭാഗങ്ങൾ അത്രയും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അങ്ങനെയാണ് ഇതെല്ലാം കൂടെ കവറിലാക്കി, കഷ്ണങ്ങളാക്കി കവറിലാക്കിയിട്ട് കബോർഡിൽ കൊണ്ട് ഒളിപ്പിച്ചു. എന്നിട്ട് കബോർഡിൽ ഒളിപ്പിച്ച് ഈ ദുർഗന്ധം പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ദിവസവും ഈ 3 മാസവും ചെയ്തുകൊണ്ടിരുന്നത് പെർഫ്യൂം അടിക്കും. വീടിന് ചുറ്റും പെർഫ്യൂം അടിക്കുക. അങ്ങനെ അപ്പോൾ ഈ പെർഫ്യൂമും ഈ അഴുകിയ ശരീരത്തിൻ്റെ ദുർഗന്ധവും ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടും കൂടെ ഇടകലർമ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം, ആദ്യം പറഞ്ഞതുപോലെ അതിങ്ങനെ വന്നു. അപ്പോൾ ഇവർക്ക് ഈ മകൾക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മാനസിക നില തകരാറിലായി. കാരണം ചെയ്ത ഒരു കൊലപാതകമാണ്, അമ്മയാണ് കൊലപ്പെടുത്തിയത്. ഈ ശരീരഭാഗം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ ദുർഗന്ധം വരുന്നു. ഒറ്റയ്ക്ക് പിന്നെ ജീവിക്കുകയാണ്, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം പുറത്തോട്ടിറങ്ങിയാൽ ഈ ദുർഗന്ധം അടിച്ചിട്ട് ആളുകൾ അകത്ത് കയറി പരിശോധിക്കും. മാനസിക നില തകരാറിലായി. അപ്പോൾ ഈ മാനസിക നില തകരാറിലായതുകൊണ്ടാണ് ഇവർ ഈ മുടിയെല്ലാം അഴിച്ചിടുകയും അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ വൃത്തിഹീനമാവുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ വീട്ടിൽ കഴിയുന്നത്. അപ്പോഴാണ് ഈ സുരേഷ് വന്ന് നോക്കുമ്പോൾ ഈ രൂപത്തിൽ കാണും, വികൃതമായ രൂപത്തിൽ കാണുകയൊക്കെ ചെയ്തത്. പോലീസ് കാമുകനെ പൊക്കിക്കൊണ്ടുപോയി. പക്ഷേ അന്വേഷണത്തിൽ മനസ്സിലായി കാമുകനതിനകത്ത് പങ്കൊന്നുമില്ല. കാമുകൻ യഥാർത്ഥത്തിൽ ഈ കട്ടർ കൊണ്ട് കൊടുക്കുക മാത്രമാണ്. എന്തിനാണെന്നും അറിയത്തില്ല. ടൈൽസ് കട്ട് ചെയ്യാനുള്ള കട്ടർ ചോദിച്ചു, അതുകൊണ്ട് കൊടുത്തു. അതിനപ്പുറം അവിടെ നിന്നതുമില്ല. ആ സമയത്ത് തന്നെ അന്നേരം തന്നെ പോവുകയും ചെയ്തു. അതുകൊണ്ട് കാമുകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇതിനകത്ത് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞത് കാമുകനുമായി ചേർന്ന് എന്നാണ്. പക്ഷേ കാമുകനതിനകത്ത് നിരപരാധിയാണ്, കാമുകനതിനകത്ത് പങ്കില്ല. ആകെ ചെയ്തത് ഈ ടൈൽസ് കട്ടർ കൊണ്ട് കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. അപ്പം ഒരാളുടെ ജീവിത സാഹചര്യം, മനുഷ്യൻ്റെ മാനസികാവസ്ഥ, ഇതെല്ലാം കൂടെ ഇത്ര സങ്കീർണമാണ് എന്നുള്ളതാണ് ഈ കൊലപാതകം. പിന്നെ മറ്റൊന്ന്, അമ്മയ്ക്ക് മകളോട് സ്നേഹമുണ്ടെങ്കിലും മകൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് അമ്മയോട് സ്നേഹമില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിപ്പം നമ്മളിതെന്തുകൊണ്ട് മുംബൈയിൽ നടന്ന ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തത്. അത് മാത്രമല്ല, ഒരു സിനിമാ കഥയെ വെല്ലുന്നത് പോലെയുള്ള ഒരു സംഭവമാണ് നടന്നത്. ശരി.